Hi, hello and welcome back to my channel Sony. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്കിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാരങ്ങയും ചൂടുവെള്ളം അല്ലാണ്ട് ഞാൻ വേറൊരു ഡ്രിങ്ക് കൂടെ കുടിച്ചിട്ടാണ് എക്സസൈസ് ചെയ്യാതെയും ഡയറ്റ് എടുക്കാതെ ഞാൻ വണ്ണം കുറഞ്ഞതെന്ന്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരുപാട് പേര് അതിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ വീഡിയോ ഡ്രിങ്കിന്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് ഒരുപാട് പേര് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യാണ്ടായി, മോന് വയ്യാണ്ടായി, അങ്ങനെ ഒരുപാട് നാൾ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യാനിരിക്കാൻ നേരത്ത് ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് ആയത്. അതിന് തന്നെ ആദ്യം തന്നെ സോറി പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഒരു നല്ല നല്ല ഐറ്റംസ് ഒക്കെ എനിക്ക് കൂടുതലും പുറത്തുനിന്നുള്ള ഫുഡിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം വീട്ടിലുണ്ടാകുന്ന അടിപൊളി സാധനങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഫുഡ് കാണുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എന്റെ ഡെലിവറിക്ക് ശേഷം ഒരുപാട് അങ്ങോട്ട് ഫുഡൊന്നും കൺട്രോൾ ചെയ്തില്ല. എന്നാൽ കുറച്ച് കൺട്രോൾ ചെയ്യുകയും ചെയ്തു. ഡയറ്റായിട്ട് ഞാൻ അങ്ങോട്ട് പ്രോപ്പർ ഡയറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. പ്രോപ്പർ ഡയറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു, എഗ് ഡയറ്റ്. എന്റെ പൊന്നെ ചെയ്യണ്ടായിരുന്നു എനിക്ക് തോന്നിപ്പോയി. എന്റെ പോലെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു എഗ് ഡയറ്റ്. ആദ്യമായിട്ട് ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞ എഗ് ഡയറ്റ് ആണ്. അപ്പോ എന്റെ പൊന്നോ അത് പറയാൻ പറ്റില്ല, അത്രയ്ക്കും ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു എനിക്ക് എഗ് ഡയറ്റ് എടുത്തപ്പോഴും. ചിലപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ടായിരിക്കാം. അല്ലാണ്ട് ഞാൻ എന്റെ ഡെലിവറിക്ക് ശേഷം ഡയറ്റ് എടുത്തു. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനും ഭയങ്കര മടിയാണ്. എല്ലാവർക്കും പ്രശ്നം എന്ന് വെച്ചാൽ ഡെലിവറിക്ക് ശേഷമുള്ള ഒരു ബെല്ലി ഫാറ്റ് ഉണ്ടല്ലോ, അത് പോകാൻ ഒത്തിരി പാടാണ്. തന്നെ ഈ ഡ്രിങ്ക് കുടിച്ചപ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോണത് ഈ ഒരു എന്റെ വെയിറ്റ് ലോസ് ഡ്രിങ്കിന്റെ ഒരു റെസിപ്പിയാണ്. വീഡിയോ കിടക്കുന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നെ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നമസ്കാരം. എന്റെ പേര് സോണി എന്നാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെലൈക്കണും കൂടെ ഉണ്ട്. അതുകൂടെ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യാൻ, എന്നാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ആവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യമായിട്ട് നമ്മൾ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഏകദേശം ഇത്ര എടുത്താൽ മതി. ഒരു 2 പിഞ്ച് നമ്മൾ ഉലുവ എടുക്കുക. അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കയ്പ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉലുവയുടെ കയ്പ്പ് ഒരു ചവർപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലാത്തവർ എടുക്കണ്ട. ചിലപ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് ആ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക്. അതിനുശേഷം 1 പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ചോളം ഞാൻ സെയിം പ്രൊപ്പോർഷൻ തന്നെ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് സിനമൺ ആണ്, അല്ലെങ്കിൽ നമ്മുടെ കറുവപ്പട്ടയുടെ കട്ടയാണ്. ഒരു ചെറിയ കട്ട ഞാൻ ഒടിച്ച് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇനി ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റും കൂടി ഈ വെള്ളത്തിൽ നന്നായിട്ടും തിളച്ചോട്ടെ. ഒരുപാട് വറ്റണമെന്നൊന്നുമില്ല. വറ്റിയാലും കുഴപ്പമില്ല, വറ്റില്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ആ ഒരു കറുവപ്പട്ടയുടെ മണമൊക്കെ പുറത്തോട്ട് വന്ന് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് അത് 3 ഇൻഗ്രീഡിയൻറ്റും വെള്ളത്തിലോട്ട് ചേർന്നു എന്നറിയുമ്പോൾ നമ്മൾ തീ ഓഫ് ആക്കുക. ചെറു ചൂടോടുകൂടി നമ്മൾ ഈ വെള്ളം കുടിക്കാം. അപ്പോൾ എന്നും രാവിലെ നമ്മൾ വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത്. ബ്രഷ് ചെയ്യുന്നതിന് മുമ്പേ ചെറു ചൂടോടത്ത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബ്രഷ് ചെയ്യുന്ന മുമ്പ് കുടിക്കാൻ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും അറപ്പോ എന്തെങ്കിലും കാര്യമാണെങ്കിൽ ബ്രഷ് ചെയ്തതിന് ശേഷം വെറും വയറ്റിൽ ചെറു ചൂടോടെ കുടിക്കാൻ നോക്കുക. രാത്രി നമ്മൾ ഇതുപോലെ നമ്മുടെ ചൂടുവെള്ളം നാരങ്ങയും കൂടെ ഉള്ള മിക്സും രാത്രി കുടിച്ചാൽ മതിയാവും. ഇങ്ങനെ ഫോളോ ചെയ്യുവാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ബെല്ലി ഫാറ്റും നിങ്ങളുടെ ബോഡിയിലുള്ള ഫുൾ ഫാറ്റും റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരുടെ റിക്വസ്റ്റിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഫ്രീ ടു കമന്റ്. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കമന്റ് ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയോട് ഷെയർ ചെയ്യുക. ഒരുപാട് വണ്ണമുള്ള അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ഇപ്പോഴും വണ്ണമുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ട് പരിചയമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.